അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് ആരാ എത്തിയിരിക്കുന്നത് അറിയാം? സ്വാതിയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാള്. അപ്പം സ്വാതി വന്നത് ഒരു മീൻസ് എന്താ ഒരു ജനറൽ റെജ്യൂമിനേഷൻ എന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പം പ്രത്യേകിച്ചും ആക്ടറാണ് അല്ലെങ്കിൽ മീൻസ് ഒരു ബിസി ഷെഡ്യൂളിൽ പോകുന്ന ഒരാളാണ്. അപ്പൊ ഇവർക്ക് എന്തൊക്കെയായിരിക്കും കൂടുതലായിട്ട് പ്രശ്നങ്ങൾ എന്നുള്ള ആ ഒരു ഇതിൽ പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ യങ് ഏജ് ആണ്. അപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ വലിയ അസുഖങ്ങളൊന്നും ഇല്ല, ശരീരമായാലും അങ്ങനെ പ്രത്യേകിച്ച് നീർക്കെട്ടോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. സോ ഒരു റെജ്യൂമിനേറ്റീവ് ആണ് നമ്മൾ ഇന്ന് കൊടുത്തത്. ഇതിനകത്ത് തന്നെ നമ്മൾ പിന്നെ ഒരു നാഡി പരീക്ഷയൊക്കെ ചെയ്ത് അപ്പൊ അതിനകത്ത് നമ്മൾ ചെറിയ കുറച്ച് കുട്ടൻസ് ഒക്കെ കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സ്വാധീനം തന്നെ ഫോളോ ചെയ്യുന്ന ഞാൻ കരുതുന്നു. സോ ദീസ് ആർ ദ തിങ്സ് നമുക്കൊന്ന് നമ്മുടെ സൗന്ദര്യം നിലനിർത്തുന്നതിനും നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള വൈറ്റൽ ടിപ്സ് ആണ് നൽകുന്നത്. സോ അത് ഫോളോ ചെയ്താൽ മാത്രം മതി, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മസാജും കാര്യങ്ങളും? എനിക്ക് ഇതൊരു പ്രൊമോഷന്റെ ബേസിസോ അങ്ങനെ ഒന്നുമല്ല, ഞാൻ ജെന്യുവിൻ ആയിട്ടുള്ള എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാണ്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് പുറത്ത് പോയിട്ട് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. കാരണം നമ്മള് പെൺകുട്ടികളാവുമ്പോൾ ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ് ചെയ്യാൻ പുറത്ത് പോകുമ്പോൾ നമുക്കൊരു കംഫർട്ട് ആയിട്ടുള്ള ഒരു സ്ഥലം വേണം. അപ്പൊ അതിന് എനിക്ക് 100% ഗ്യാരണ്ടി ഞാൻ തരികയാണ്. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. നല്ല നീറ്റായിട്ട് ഫ്രം ഹെഡ് ടു ടോ കംപ്ലീറ്റ്ലി എന്നെ നീറ്റാക്കി തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. പിന്നെ ഡോക്ടറിനെ കണ്ടപ്പോ തന്നെ എന്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം പറഞ്ഞ് എന്നെ ഒന്ന് കിളിപോയ അവസ്ഥയിലാക്കിയിട്ടുണ്ടായിരുന്നു ആദ്യം. പക്ഷെ ഇപ്പൊ ഞാൻ ന്യൂട്രലായി സെറ്റാക്കി. എന്തായാലും താങ്ക് യു സോ മച്ച്. പിന്നെ ഇവിടെ വേറെ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ് ഇവിടുത്തെ? നമുക്ക് ആക്ച്വലി ബേസിക്കലി നമ്മൾ ബാക്ക് പെയിൻ, ഡിസ്കിന്റെ പ്രശ്നങ്ങൾ, സെർവിക്കൽ ലംബർ സ്പോണ്ടിലോസിസ്, മുട്ടുവേദനയുടെ, അതല്ലെങ്കിൽ പാർക്കിൻസൺ, പാരാലിസിസ്, അങ്ങനെയുള്ള എല്ലാ ട്രീറ്റ്മെന്റ്സും, ആർത്രൈറ്റിസ്, പിന്നെ നമ്മുടെ ഗട്ടിന്റെ ഇഷ്യൂസ്, ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, ഡയബറ്റിക് ന്യൂറോപ്പതി, ഇങ്ങനെയുള്ള എല്ലാത്തിനും നമുക്ക് ട്രീറ്റ്മെന്റ്. പിന്നെ പ്രസവരക്ഷ പ്രസവാനന്തര ശുശ്രൂഷ നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ്, വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. അതിൽ ഏറ്റവും സയന്റിഫിക്കലായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ രീതിയിൽ പലരും ഒരു കൺസൾട്ടിംഗ് ഒന്നും ഇല്ലാതെ, ഡോക്ടർ കൺസൾട്ടിംഗ് ഒന്നും ഇല്ലാണ്ട് പോയൊരു പ്രസവാനന്തര ശുശ്രൂഷയാണ് എടുക്കുന്നത്. അത് ഞാൻ ചോദിക്കാനും കാരണം അതാണ്. കാരണം ഇപ്പൊ ഒരുപാട് ആൾക്കാർ വെറുതെ പോയിട്ട് ഓരോ സ്ഥലത്തുനിന്ന് ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഉള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലത്ത് വന്ന് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടും. അതാണ് ഞാൻ ചോദിച്ചത്. കാരണം എല്ലാവരും വലിയ ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രഗ്നൻസിയുടെ അല്ലെങ്കിൽ സിസേറിയൻ അല്ലെങ്കിൽ ഡെലിവറി ഒക്കെ നടത്തി വരും. പക്ഷെ ഇത് ആരും തന്നെ ഇവരുടെ മീൻസ് നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് അത് പ്രൊഫഷണൽ ആക്കത്തില്ല. അപ്പം അതാണ് നമ്മുടെ ഒരു 3 months പീരീഡ് ആണ് നമ്മുടെ ഹെൽത്തിനെ റീഗെയിൻ ചെയ്യുന്ന ഒരു ടൈമാണ്. സോ ആ ഒരു ടൈമിൽ നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ ബോഡിക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ഹോർമോണൽ ചേഞ്ചസ്, ഫിസിക്കൽ ചേഞ്ചസ്, മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ, ബോഡി കോൺഷ്യസ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പൊ ഇതൊക്കെ തന്നെ നമ്മൾ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്താൽ ഇതെല്ലാം മാറി അടുത്തൊരു ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബോഡിയെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അത് എനിക്ക് ബാക്കിയല്ല. അപ്പം നമ്മളിത് വന്നതിന് ഒത്തിരി താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ ഗ്യാരണ്ടി ആണ് ഇങ്ങോട്ട് പോകുന്നത്. താങ്ക് യു.